മോന് ചായ കൊടുക്കുന്നത് നിർത്തി ഇടയ്ക്കുന്ന തല പൊക്കി നോക്കിയപ്പോൾ സോഫി ചിന്തയിലിരിക്കുന്നതാണ് ആൽബി കണ്ടത്. അവളുടെ കണ്ണുകളിൽ മിഴിനീർത്തുള്ളികൾ ഉരുണ്ട് കൂടിയിട്ടുണ്ട്. എന്തു പറ്റി എൻ്റെ പെണ്ണിന്? മുഖം വാടിയിട്ടുണ്ടല്ലോ, മനസ്സിൽ പറഞ്ഞിട്ട് ആൽബി ചായക്കപ്പ് ടേബിളിൽ വെച്ച് മോനെ എടുത്തുകൊണ്ട് എഴുന്നേറ്റു. അവളുടെ അടുത്ത് അവൻ വന്നിരുന്നതൊന്നും മറിഞ്ഞതേയില്ല. അവൾ ഏതോ സ്വപ്ന ലോകത്തിൽ എന്നതുപോലെ ഇരിപ്പാണ്. ശരീരം മാത്രമേ അവിടെയുള്ളൂ എന്ന് ആൽബിക്ക് മനസ്സിലായി. അവളുടെ അടുത്തിരുന്ന് അവളുടെ ഇടത് കൈ അവൻ്റെ വലത് കൈയിൽ പിടിച്ച് ഒരു മുത്തം നൽകി. ഞെട്ടിയതുപോലെ സോഫി അവനെ നോക്കി. എന്താടി പെണ്ണേ, നീ ലോകത്തൊന്നും അല്ലല്ലോ, എന്താ നിൻ്റെ ആലോചന? ആൽബി ചോദിച്ചു കേട്ടപ്പോൾ സോഫി ഒന്ന് പരുങ്ങി. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞാൽ പ്രതികരണം എന്താക്കുമെന്നറിയാതെ അവൾ വിഷമിച്ചു. ഇതൊക്കെ താൻ പറഞ്ഞ് ഇച്ചതിന് വിഷമമാക്കില്ലേ? അവളുടെ കണ്ണിലും മിഴിനീർ ഉരുണ്ടു വീണു. അനുസരണയില്ലാതെ. അതുകൂടെ കണ്ടപ്പോൾ ആൽബിയുടെ ചങ്കു പിടഞ്ഞു. എന്നാ കാര്യം പറയടി, മനുഷ്യനെ ടെൻഷനാക്കാതെ. ആൽബിയുടെ മുഖം ടെൻഷനായി. അത് ഒന്നുമില്ല ചയ, ഞാൻ വെറുതെ ഓരോന്നോർത്ത് പോയതാ. സോഫി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തല ചായ്ച്ചിരുന്നു. അപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞു. സോഫി, മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയാൽ അത് ആരോടെങ്കിലും പറയണം. ഇല്ലെങ്കിൽ അത് മനസ്സിൽ തന്നെ ഇരുന്ന് സഹിക്കാൻ പറ്റാതെയാകും. സന്തോഷമാണെങ്കിൽ പറഞ്ഞാൽ ഇരട്ടിക്കും, സങ്കടമാണെങ്കിൽ പറയുമ്പോൾ അത് കുറയും. മനസ്സിനൊരാശ്വാസം കിട്ടുകയും ചെയ്യും. ഇനി എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ പറയണ്ട. അല്ല, നീ എന്നെ ഭർത്താവായി മാത്രമല്ല കാണുന്നത്, ഒരു നല്ല സുഹൃത്തായിട്ടും കാണുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തും എന്നോട് തുറന്നു പറയാം. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാം. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ചങ്കു പിടയുകയാണ് പൊന്നെ. അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഈ പാവം പെണ്ണ് തൻ്റെ മനസ്സിൻ്റെ പാതിയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞാൽ പൊള്ളിപ്പിടയുന്നത് തൻ്റെ ഹൃദയമാണ്. ആൽബി ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ അവൾക്ക് ധാരാളമായിരുന്നു. അവൻ്റെ മാറിലേക്ക് ഒന്നുകൂടി മുഖം പൂഴ്ത്തി അവൾ. അത് പിന്നെ ഇച്ച, ഈ സന്തോഷത്തിന് ഒരു മറുപുറം ഉണ്ടാകുമോ എന്നുള്ളിലൊരു പേടി. ഇനിയും ഒരു സങ്കടം താങ്ങാൻ എനിക്കാകില്ല ചയ. ഇച്ചയനും മോനും മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലോകം. അത് പറയുമ്പോൾ അവൾ തേങ്ങി കരഞ്ഞിരുന്നു. സോഫി, എന്നാത്തിനാ നീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ അതേപോലെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. വെറുതെ ടെൻഷൻ ആകാതെ. ആൽബി അവളെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ഇച്ച, ഇപ്പം മോനൊന്നും അറിയില്ല. അവൻ കൊച്ചുകുട്ടിയാണ്. നാളെ അവൻ വലുതായി അവൻ്റെ പപ്പ ഇച്ചയനല്ല എന്ന സത്യം അറിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എന്നെ വെറുക്കുമെന്നാണ് എൻ്റെ ഉള്ളിലെ ഭയം. എന്നെ അവൻ ചീത്തയായി കാണുമോ? അവൻ്റെ പപ്പ മരിച്ചപ്പോൾ ഞാൻ സുഖം തേടിപ്പോയെന്ന് എൻ്റെ മോൻ നാളെ പറഞ്ഞാൽ അത് താങ്ങാൻ എനിക്കാവില്ലിച്ച. എൻ്റെ കുഞ്ഞിൻ്റെ മുൻപിൽ ഞാനൊരു തെറ്റുകാരിയാകുമോ? അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. സോഫി, എന്നാത്തിനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആൽബി അവളോടത് ചോദിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ എടുത്തിയ പോലെ അവളുടെ ഓരോ ചോദ്യവും മുഴങ്ങിക്കേട്ടു. നാളെ ഇവൻ്റെ പപ്പ ഞാനല്ല എന്നറിഞ്ഞാൽ തന്നെ അവൻ കുറ്റപ്പെടുത്തുമോ? സോഫിയുടെ ചോദ്യങ്ങൾ ഉത്തരം അർഹിക്കുന്നവ തന്നെയാണ്. അവളുടെ മനസ്സിലെ ഭയവും അത് തന്നെയാണ്. ആൽബി ഒന്നും പറയാതെ കുറച്ച് സമയം ചിന്തിച്ചിരുന്നു. കുഞ്ഞ് കളിക്കാനായി ഇറങ്ങി. ആൽബി അവനെ തന്നെ നോക്കിയിരിപ്പാണ്. തൻ്റെ ഉള്ളിൽ ഇപ്പോൾ തൻ്റെ മോനാണിവൻ. നാളെ ഇല്ല എന്ന സത്യം അറിഞ്ഞാൽ അവൻ്റെ മനസ്സും വേദനിക്കില്ലേ? ആൽബി ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ട് സോഫി അവനെ നോക്കി. ഇച്ച, അവളുടെ സ്വരം അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അവൻ മിഴികൾ ഉയർത്തി അവളെ നോക്കി. കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു. വിഷമിക്കാതെ സോഫി, അവൻ കുഞ്ഞല്ലേ. അങ്ങനെ ഒരു ചിന്തയൊന്നും അവൻ്റെ മനസ്സിലുണ്ടാകില്ല. അവനെല്ലാം അറിയുന്ന പ്രായമാകുമ്പോൾ നമുക്ക് തന്നെ അവനോടെല്ലാം പറയാം. പിന്നെ അവന് വിഷമമാകുന്നത് നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ്. അതെന്തായാലും സംഭവിക്കാൻ പാടില്ല. ഇനി നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും മനോട്ടൻ തന്നെയാകും നമുക്ക് ബെസ്റ്റ്. എനിക്കാണെങ്കിലും നിനക്കാണെങ്കിലും അങ്ങനെ തന്നെ ആവണം. അല്ലെങ്കിൽ ഉള്ളിൽ നമ്മളെ മോശക്കാരായി ചിത്രീകരിക്കും. അതുണ്ടാവാൻ ഒരിക്കലും നമ്മൾ ഇട കൊടുക്കരുത്. നമ്മുടെ സ്നേഹം പോലെ മറ്റാർക്കും അവനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും അവൻ കുറ്റം പറയില്ല. നീ ചിന്തിക്കുന്നത് പോലെ തന്നെ അവൻ എന്നെയും കുറ്റക്കാരനായി കാണാം. അതിനെ ഒരു കാരണവും ഉണ്ടാക്കരുത്. നമ്മളായിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വേണം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കാൻ. അതൊക്കെ മനസ്സിലാകും എൻ്റെ മോന്. ആൽബി സ്വയം ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. കേട്ടപ്പോൾ അവൾക്കും ആശ്വാസം തോന്നി. അപ്പേ, മോൻ്റെ വിളി കേട്ടപ്പോഴാണ് സോഫിയും ആൽബിയും അടർന്നു മാറിയത്. ഡോറിൽ ലോക്കിൽ പിടിച്ചു വലിക്കുകയാണ് അവൻ. ടാറ്റ പൂവാ കൊഞ്ചിക്കൊണ്ട് പറയുകയാണ്. ഞാൻ മോനെയായിട്ട് പോയിട്ട് വരാം, നീ കിടന്നോ, വേദന മാറട്ടെ. ആൽബി അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് ടേബിൾ വെച്ചിട്ട് മോനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി.
സോഫിയുടെ മനസ്സിന് ഒരു ആശ്വാസം തോന്നി. അതെ, ഈച്ചൻ പറഞ്ഞതാണ് ശരി. സ്നേഹിക്കുന്നില്ല എന്നവന് തോന്നിയാലല്ലേ അവൻ കുറ്റപ്പെടുത്തു. ഈച്ചൻ അവനെ പൊന്നുപോലെ സ്നേഹിക്കും, അതെനിക്ക് വിശ്വാസമാണ്. മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് ഈച്ചനും താനും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. തിരിച്ചറിയാനുള്ള പ്രായമാകട്ടെ അവന്. സോഫി മുഖം അമർത്തി തുടച്ചു. അവൾ ബെഡിൽ കിടന്നു. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ആൽബി തിരിച്ചു വന്നത്. കഴിക്കാനായി നിനക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാൻ പറയാം, ആൽബി പറഞ്ഞു. വേണ്ടി ചയ, ഞാൻ അവിടേക്ക് വരാം. മോനും എടുത്തു കൊടുക്കണമല്ലോ. എന്തെങ്കിലും കാഴ്ച കാണിച്ചു കൊടുത്താൽ അവൻ പെട്ടെന്ന് കഴിച്ചോളും, സോഫി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവർ പുറത്തേക്ക് നടന്നു. ഡൈനിങ് മേശയിലെല്ലാം ഒരുക്കി വെച്ചിരുന്നു. ഒരു പാത്രത്തിൽ അപ്പവും കറിയും ഒഴിച്ച് അവൾക്ക് കൊടുത്തു. മോനൊരു കസേരയിട്ട് അവനെ അതിലിരുത്തി. ആൽബിയും അവൻ്റെ അടുത്തിരുന്നു. രണ്ടുപേരും മാറി മാറി മോന് കൊടുത്തു. അവൻ ഓരോന്നും കാണുന്ന ശ്രദ്ധയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കഴിക്കൽ കഴിഞ്ഞ് 3 പേരും മുകളിലെ ബാൽക്കണിയിലേക്ക് പോയി കായലോരത്തെ കാഴ്ചകളിലേക്ക് നോട്ടമിട്ടു. കുറച്ച് മാറിയാൽ ഒരു ഷോപ്പിംഗ് സ്ഥലമുണ്ട്. അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അവിടേക്ക് പോകുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം, ആൽബി പറഞ്ഞു. ഇവിടെയൊക്കെ നല്ല വിലയാകും ചായ. ടൂറിസ്റ്റുകാരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഷോപ്പിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. നമുക്ക് പോകുന്ന വഴി എവിടെ നിന്നെങ്കിലും വാങ്ങാം. പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവന് തോന്നി. അത് ശരിയാണ്, പോകും വഴി വാങ്ങാം. പിന്നെ വല്യപ്പച്ചനും അപ്പച്ചനും വിളിച്ചിരുന്നു. ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞത് ഇന്ന് രാത്രി അവിടെ കൂടാമെന്നാണ്. പോകും വഴിയാണല്ലോ വീട്. പിന്നെ ഞായറാഴ്ച നാൻസി പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ട് എന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. നല്ല കൂട്ടുകാരാണത്രേ. അപ്പോൾ നമ്മളോടും അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി കൂടി നമുക്ക് ഇവിടെ നിന്നിട്ട് നാളെ കാലത്ത് പോകാം. വൈകിട്ടാകുമ്പോഴേക്കും അവിടെ എത്തും. മറ്റന്നാൾ ആ പരിപാടി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്താ നിൻ്റെ അഭിപ്രായം? എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം, ആൽബി പറഞ്ഞ് കേട്ട് വിശ്വാസം വരാതെ നോക്കിയവൾ. അല്ല, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? നാൻസി പെണ്ണ് കാണാൻ വരുന്നുണ്ടോ? അപ്പോൾ അവളെ എക്സാം? സോഫി അതിശയത്തോടെ അവനെ നോക്കി. അതൊന്നും എനിക്കറിയാൻ മേല. ഞാനും മോനും കൂടി പുറത്തു പോയപ്പോൾ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞതാണ്. എന്തായാലും അപ്പച്ചൻ പറഞ്ഞതല്ലേ, നമുക്ക് മറ്റന്നാൾ അവിടെ കൂടാം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. നിനക്ക് തിങ്കളാഴ്ച തൊട്ട് കോളേജിൽ പോകണമല്ലോ. ഞാൻ വന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ ഇതുവരെ. തന്നെയുമല്ല, ഡാൻസിലെ കല്യാണം കൂടാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോൾ പോയാൽ 1.5 കൊല്ലം കഴിയാതെ ലീവിന് കൊടുക്കുകയേ വേണ്ട, ആൽബി പറഞ്ഞപ്പോൾ സോഫി ദയനീയമായി അവനെ നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ? സോഫി കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ്റെ. ഇല്ല മോളെ, നടക്കില്ല. നീ ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്നല്ലേ? ഒരിക്കലും സാധ്യമല്ല. ആദ്യം പഠിച്ചൊരു ജോലി വാങ്ങിയിട്ടേ ഞാൻ നാട്ടിൽ നിൽക്കൂ. അതുകൊണ്ട് എൻ്റെ മോൾ നന്നായി ഒരു ജോലി വാങ്ങിച്ച് കാണിച്ചതാ. എന്നിട്ട് ആലോചിക്കാൻ ഞാൻ ചിരിയോടെ അവളെ നോക്കി. പെണ്ണിൻ്റെ മുഖം കടന്നൽ കുത്തി വീർത്തതുപോലെ വീർത്തിരിക്കുന്നുണ്ട്. എന്നെ പറ്റി പിണങ്ങിയോ എൻ്റെ കൊച്ച്? ആൽബി അവളെ ഇക്കളി ഇട്ടുകൊണ്ട് ചോദിച്ചു. പോ, മിണ്ടില്ല ഞാൻ. സോഫി ഒന്നുകൂടി മുഖം വീർപ്പിച്ചു. എടി, ബലൂണ് പോലെ ഇരുന്നാൽ പൊട്ടിപ്പോകണ്ട നിന്റെ മുഖം. പിന്നെ ഈ ഭാഗം നിനക്കൊട്ടും ചേരുന്നില്ല കേട്ടോ. ആൽബി മോനെ നോക്കി. അവൻ പറന്നു പോകുന്ന പക്ഷികളെ നോക്കി ഇരിപ്പാണ്. എടച്ചക്കരെ, അമ്മ പിണങ്ങി കേട്ടോ. അപ്പം പോകണോ വേണ്ടയോ എൻ്റെ മോൻ പറ. ഒന്നും അറിയാത്തതുപോലെ അവൻ നോക്കി ചിരിച്ചു. അപ്പേ ദാ പോയി. കിളി പറന്നു പോകുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആൽബി കള്ളനോട്ടം നോക്കിയത് അവളെ. അപ്പോഴും അവളുടെ മുഖം വീർത്ത് തന്നെ ഇരിപ്പാണ്. അവൻ അവളോട് ഒന്നുകൂടി ചേർന്നിരുന്നു. എടി പെണ്ണേ, ഈ നല്ല നിമിഷങ്ങളെ എന്തിനാ ഈ മുഖം വീർപ്പിച്ച് കളയുന്നത്? അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി. അവളൊന്ന് പിടഞ്ഞു. അവൻ്റെ ശരീരത്തോട് ഒട്ടിയിരുന്നു. ഷോപ്പിംഗ് സ്ഥലം എത്തിയപ്പോൾ മോനെ എടുത്തുകൊണ്ട് ആൽബി നടന്നു. പിന്നാലെ അവളും. ഓരോന്നും കണ്ട് കൗതുകത്തോടെ അവൾ നോക്കി. കുഞ്ഞുകുട്ടിയെപ്പോലെ. കരകൗശല സാധനങ്ങളായിരുന്നു അവിടെ കൂടുതലും. പിന്നെ ഗ്രാമീണ തനിമയുള്ള സാധനങ്ങളും ചിരട്ട കൊണ്ടുള്ള പാത്രങ്ങളും മറ്റും ആകർഷങ്ങളായിരുന്നു. മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളും ഭരണികളും കൗതുക കാഴ്ചകൾ തന്നെയായിരുന്നു. കൈത്തറി വസ്ത്രങ്ങളും ഒരുപാടുണ്ടായിരുന്നു. 2 ചുരിദാർ ടോപ്പുകൾ വാങ്ങിക്കൊടുത്തു ആൽബി അവൾക്ക്. കൗതുകം ഉണർത്തിയ ചിരട്ട കൊണ്ടുള്ള സാധനങ്ങളും. തിരിച്ചവർ വീണ്ടും ബോട്ടിലെത്തി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് അവർ ഒന്ന് കിടന്നു. മോൻ പാല് കുടിച്ചുറങ്ങുന്നു നോക്കി അവളുടെ വയറിൽ തലവെച്ച് കിടന്നു ആൽബി. ആൽബിയുള്ള വയറിൽ പതിയെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം വേദന കുറവുണ്ടിച്ച, അവൻ്റെ മുടിയിൽ വിരലുകൾ കടത്തി വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് സോഫി പറഞ്ഞു. അവളുടെ വയറിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. സോഫി, ഇതിന് ചമ്മലൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിന്നെ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് ഞാൻ. എപ്പോഴും ഞാൻ നിന്നെ സമീപിക്കുന്നത് ശാരീരികമായി ബന്ധപ്പെടാൻ എന്ന ചിന്തയിൽ മാത്രമല്ല, കേട്ടല്ലോ.
ആൽബി പറഞ്ഞതിൻ്റെ പൊരുൾ നന്നായി മനസ്സിലായി അവൾക്ക്. അതല്ല ഈച്ച, ഞാൻ സോഫി വിക്കി. ഏയ് അത് വിട്. നാൻസിയുടെ മാരേജ് നമുക്ക് ഗംഭീരമായി നടത്തണം. അപ്പച്ചനെ സഹായിക്കണം. ഞാനിവിടെ ഇല്ലെങ്കിലും നീ വേണ്ടതൊക്കെ ചെയ്യണം കേട്ടോ. അവൾക്കൊരു കുറവും വരുത്താതെ നോക്കണം. നാട്ടിൽ പോയാൽ കുറച്ച് ജോലിയുണ്ട്. ജെയ്സിനെ കണ്ടിട്ടില്ല ഈ പ്രാവശ്യം വന്നിട്ട്. അവൻ്റെ അടുത്ത് പോകണം. വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു ആൽബി. ജെയ്സിനെ കാണാൻ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. കുറുമ്പോടെ അവനെ നോക്കി അവൾ. അതെന്താടി നിനക്കൊരു കുശുമ്പ്? എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകണ്ടേ? ആൽബി പുരികം പൊക്കി ചോദിച്ചു. ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഈച്ചേനെ കുടിക്കാനല്ലേ? സോഫി ചുണ്ടു കുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അതിന് തന്നെയാണ്. വല്ലപ്പോഴുമല്ലേ അങ്ങനൊരു എൻജോയ്മെൻറ്റ്. അല്ലാതെ എന്ന് സ്മോൾ അടിച്ചിട്ട് നിന്നെ വന്ന് പെരുമാറുന്നൊന്നുമില്ലല്ലോ. ആൽബി കുറച്ച് ഗൗരവത്തോടെയാണത് പറഞ്ഞത്. കണ്ടോ ഈച്ചന് ദേഷ്യം വന്നത് കണ്ടോ? സോഫി ചിരിയോടെ അവൻ്റെ മൂക്ക് പിടിച്ചു. എന്നാത്തിന് ദേഷ്യം? ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. ആണുങ്ങളായാൽ കുറച്ച് സ്മോളും വലിയുമൊക്കെ ഉണ്ടാകും. അതിനിത്ര കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആണുങ്ങളായാൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കേട്ടോടി ചുള്ളിക്കമ്പൈ. അവനെ ഉള്ള കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്വേ മനസ്സിലായി. സോഫി അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് ചേർന്ന് കിടന്നു. അവൻ്റെ വലത്തെ കൈ അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് മൂർത്താവിൽ അമർത്തി ചുംബിച്ചു അവൻ. അവൻ്റെ ഹൃദയമിടിപ്പ് കാതോർത്ത് കിടന്നു അവൾ. സോഫി, എന്നോട് നിനക്ക് ആദ്യം തോന്നിയ വെറുപ്പിപ്പോൾ ഉണ്ടോ നിന്റെ മനസ്സിൽ? പെട്ടെന്ന് അവൻ അത് ചോദിച്ചപ്പോൾ അവളെ മിഴികൾ ഉയർത്തി അവനെ നോക്കി ചോദിച്ചു. വെറുപ്പോ? എനിക്കോ? എന്താ പറയുന്ന ഈച്ച? അല്ല, നിന്നെ ഞാൻ വാശി പിടിച്ച് സ്വന്തമാക്കിയതല്ലേ? അന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ റൂമിൽ വന്നപ്പോൾ കുളിക്കുകയായിരുന്നു നീ. സ്വയം മറന്ന് ഞാൻ നിന്നെ നോക്കിയതും നീ എൻ്റെ കവളിൽ ആഞ്ഞടിച്ചതും. ആൽബി എന്ന് നിർത്തി അവളെ നോക്കി. അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇച്ചേൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന്. ഇത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സോഫി വിഷമത്തോടെ പറഞ്ഞു. എനിക്കന്ന് മുതൽ വാശിയായിരുന്നു നിന്നെ സ്വന്തമാക്കണമെന്നും. വിധവ എന്ന ലേബിൾ ഒട്ടിച്ച് നിന്നെ എല്ലാവരും സഹതാപത്തോടെ നോക്കുന്നത് ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. അതാ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചിരുന്നത്. പക്ഷെ നീ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്തായാലും നീ എനിക്ക് തന്നെ കിട്ടിയാലോ? ആൽബിയോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സത്യം പറയാലോ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എനിക്ക് ഇനിയും ഒരു ജീവിതം ഉണ്ടാക്കുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നഷ്ടപ്പെട്ടിരുന്നു. സണ്ണിച്ചൻ കല്യാണം കഴിച്ച അന്ന് തൊട്ടേ മോൻ എൻ്റെ വയറ്റിൽ ഊറിയ നിമിഷം അറിഞ്ഞപ്പോഴാണ് ഞാനൊരു അമ്മയാകാൻ പോകുന്നതെന്ന തിരിച്ചറിവുണ്ടാകുന്നത് തന്നെ. സണ്ണിച്ചനൊരു കളിപ്പാവിയായിരുന്നു ഞാൻ. എനിക്ക് മാത്രം പ്രായമല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞ ജീവിതം എന്തെന്ന് ഞാൻ അറിയാൻ തുടങ്ങിയത്. അത് എൻ്റെ ഈച്ചാൻ എന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. ഈ കൈക്കുള്ള സുരക്ഷിതം എന്നെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത്. അവൻ്റെ നെഞ്ചിൽ അതരം അമർത്തി അവൾ പറയുമ്പോൾ അവളുടെ മിഴികളിൽ നനവ് പടർന്നു. സോഫി, നിന്നെ ഞാൻ ഇപ്പോൾ എന്നെക്കാളേറെ സ്നേഹിക്കുന്നു. ആൽബി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഈച്ച, ഞാനും. സോഫി അവനെ വലത് കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. കുറേ നേരം അവർ അങ്ങനെ കിടന്നു. മോൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ കിടന്നുകൊണ്ട് സോഫിയും ഒന്ന് മയങ്ങിപ്പോയി. അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് മനസ്സിലായി ആൽബിക്ക്. അപ്പോഴും അവൻ്റെ കൈ മൃദുവായി അവളുടെ പുറത്ത് തലോടി ഇറങ്ങി. പാവം എൻ്റെ പെണ്ണ്, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവനവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് കിടക്കുമ്പോഴും അവളുടെ ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു. സോഫി മയക്കം വിട്ടുണ്ടായിരുന്നപ്പോൾ ആൽബിയെയും മോനെയും കാണുന്നുണ്ടായിരുന്നില്ല. എവിടെ പോയി? സോഫി പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി തിരികെ വരുമ്പോൾ ആൽബി അവൾക്കുള്ള ചായയുമായി വന്നിരുന്നു. നീ എഴുന്നേറ്റോ വേണേ? എന്തുറക്കമായിരുന്നു? ആൽബി ചിരിയോടെ ചോദിച്ചു. ഒരുപാട് നേരമായി ചോദിച്ചാ? ഞാൻ അന്തം വിട്ടുറങ്ങിപ്പോയി. ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? മുഖം തുടച്ചുകൊണ്ട് സോഫി ചോദിച്ചു. എന്നാത്തിനാ നിന്നെ വിളിച്ചിട്ട്? ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ നിനക്ക്? ചായ കുടിക്ക്. പുറത്ത് നല്ല കാഴ്ചകളാണ്. നമുക്ക് കുറച്ചു നേരം മുകളിൽ പോയിരിക്കാം. ഞാനും മോനും അവിടെയായിരുന്നു. ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. സോഫി അത് വാങ്ങി ചുണ്ടോട് ചേർത്തു. മോൻ വീണ്ടും പുറത്തേക്ക് പോകാൻ കൈ ചൂണ്ടിക്കാണിച്ചു. അമ്മ ചായ കുടിച്ച് വരട്ടെ ഇടപ്പൊന്നെ, എന്നിട്ട് കൊണ്ടുപോകാം. അപ്പാ, അമ്മ പാവല്ലേ, അമ്മയും കൂടി കൊണ്ടുപോകണ്ടേ നമുക്ക്? മോനെ മുകളിലേക്കെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ആൽബി. സോഫി ചിരിയോടെ അത് നോക്കി നിന്നു. അവളുടെ മനസ്സ് നിറഞ്ഞു. കുറച്ച് മുൻപ് വരെ തൻ്റെ മനസ്സിൽ നീറിപ്പുകഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തിയിരുന്നു ഇച്ചായൻ. സോഫി ചായക്കപ്പ് ടേബിളിൽ വെച്ചിട്ട് അവിടെ കൂടെ പുറത്തേക്കിറങ്ങി. 3 പേരും മുകളിലേക്ക് കയറി. കായൽ അതിൻ്റെ സന്ധ്യയുടെ വശ്യതയിൽ മനോഹരിയായി. സൂര്യൻ വിടച്ചൊല്ലാൻ മടിച്ചു നിന്നു. മാനം തുടുത്തു ചുവന്നു. സോഫി അത് നോക്കി നിന്നു, ആൽബിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട്. അന്നത്തെ പകലും വിട വാങ്ങി.
ഡിന്നർ കഴിഞ്ഞ് കിടക്കാൻ കയറിയവർ മോനെ സോഫി ഓർക്കാൻ ശ്രമിച്ചിട്ടും അവന് പതിവില്ലാത്ത വിധം ഒരു വാശി. കായൽ കാറ്റ് പിടിക്കാതെയാണോ എന്തോ ചെറിയ കോൾഡ് തുടങ്ങിയിരുന്നു അവന്. ഒടുവിൽ ആൽബി അവനെ എടുത്ത് നെഞ്ചിൽ കിടത്തി. അപ്പോഴാണ് അവന് കുറച്ച് ആശ്വാസം തോന്നിയത്. പതിയെ അവൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു ആൽബി. അവന് നെഞ്ചിൽ കിടന്ന മോൻ ഉറങ്ങുന്നത് നോക്കിക്കിടന്നു സോഫി. നന്നായി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവനെ ആൽബി തന്നോട് ചേർത്ത് കിടത്തി. മോനെ കവച്ച് സോഫിയെ കെട്ടിപ്പിടിച്ച് കിടന്നു അവൻ.